ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അക്യൂ ലൈഫ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഇന്ന് ടെക്കിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഗാർഡനിങ്ങിനെ കുറിച്ചാണ്. സോ യെസ്, ഞാൻ ഇടയ്ക്ക് കേരളയിൽ പോയായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് കുറേ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ യുണീക്കായിട്ടുള്ള പ്ലാന്റ്സ്, അത് ഡൽഹി കിട്ടാത്ത പ്ലാന്റ്സ് ഒക്കെയാണ്. അപ്പം എൻ്റെ ഒരു കസിൻ ഒരു നഴ്സറി അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദ നഴ്സറി ഈസ് വെരി ഫേമസ് ഫോർ ദ യുണീക്ക് പ്ലാന്റ്സ് ദാറ്റ് ദേ ഗെറ്റ്. അതല്ലാതെ ഈ പ്ലാന്റ്സ് ഞാൻ ഡൽഹിയിലോട്ട് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നുള്ള ഒരു വീഡിയോ ആണിത്. സോ ഐ വിൽ ടേക്ക് യു ത്രൂ ദ വീഡിയോ. പ്ലീസ് വാച്ച് അൺടിൽ ദി എൻഡ്. ഓക്കെ, സോ നഴ്സറിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇഫ് യു ഗെറ്റ് ടൈം യു ഷുഡ് ഗോ ആൻഡ് ചെക്ക് ദിസ് നഴ്സറി. പൊതിഞ്ഞോ? ഇത് കുറേ വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത പ്ലാന്റ്സിൻ്റെ ഒക്കെ മണ്ണ് ഏകദേശം നമ്മൾ കളഞ്ഞിട്ടാണ് ഇത് പാക്ക് ചെയ്തത്. കാരണം മണ്ണ് ഉണ്ടെങ്കിൽ അതിന് വെയിറ്റ് കൂടും. അതുകൊണ്ട് ഫ്ലൈറ്റിൽ നമുക്ക് ഒത്തിരി വെയിറ്റ് കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്തായാലും ഇത് പാക്ക് ചെയ്ത് നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് ആക്കിയിരിക്കുകയായിരുന്നു. സോ ദിസ് ഇസ് EVA'S മോം. എന്തായാലും നമ്മളിത് പാക്ക് ചെയ്ത് വന്നപ്പം ഓവർ വെയ്റ്റ് ആയായിരുന്നു. അലൗഡ് 15 kg മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പാക്കേജ് ഒരു 17 kg വരെ പോയി. എന്തായാലും എക്സ്ട്രാ പേ ചെയ്യാതെ തന്നെ നമുക്കത് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ കൺവെയർ ബെൽറ്റ് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു നമ്മുടെ ഈ ലഗേജൊക്കെ വരാൻ. എന്തായാലും എൻ്റെ ബാഗേജ് എനിക്ക് കിട്ടി. പക്ഷേ നമ്മുടെ ഈ ചെടി പാക്ക് ചെയ്തിരുന്ന ഈ ബോക്സ് വേറെ ഒരു കൺവെയർ ബെൽറ്റിലായിരുന്നു വരേണ്ടത്. അപ്പം നമ്മളതിനെ തേടി പിടിച്ച് എന്തായാലും അത് നമുക്ക് കിട്ടി തിരിച്ച്. സോ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് മൂവ് ചെയ്യാം. സോ ഇനി ഇത് അൺബോക്സ് ചെയ്യാനുള്ള സമയം വന്നിരിക്കുകയാണ്. എന്താണ്ട് നമ്മുടെ ബോക്സ് ഇത് ലാസ്റ്റ് മൂമെൻറ്റ് നമ്മൾ പാക്ക് ചെയ്താണ്. കുറച്ച് ഭാഗമുണ്ട്. നമുക്ക് എളുപ്പം ക്യാമറ ആംഗിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി അൺബോക്സ് ചെയ്യാം. സോ ദിസ് ഇസ് ദ ബോക്സ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇത് എളുപ്പം അൺബോക്സ് ചെയ്യാൻ അതിൻ്റെ അകത്ത് എന്തോ കണ്ടൻസാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഗാർഡൻ വ്യൂ ആണ്. അപ്പോൾ ഈ ഗാർഡനിന് വേണ്ടി കുറേ ചെടികൾ മേടിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഇത് കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മുകളിൽ നിന്ന് നല്ലപോലെ റാപ്പ് ചെയ്തായിരുന്നു. കാരണം നമ്മുടെ ഈ ലഗേജും അതല്ലാതെ ഇതുപോലത്തെ ബോക്സസൊക്കെ ഫ്ലൈറ്റിൻ്റെ അകത്ത് അവർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയാണ് ചെയ്യുന്നത്. അപ്പം പ്ലാന്റ്സിന് കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാനും അതല്ലാതെ ഈ പാക്കറ്റ് പൊട്ടിപ്പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത്. എന്തായാലും തുറന്ന് നോക്കുമ്പോൾ നമുക്ക് പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻ അറിയാം. അവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ കുറേ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ക്ലോസ്ലി നമ്മളൊന്ന് നോക്കാം എന്തൊക്കെ പ്ലാന്റ്സ് ആണെന്ന്. വളരെ നല്ല ഡിസൈനൊക്കെ ഉള്ള ഇലയൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് ഞാൻ അവിടുന്ന് ചൂസ് ചെയ്തുകൊണ്ട് വന്നത്. ഇവിടെ ഇതുപോലത്തെ പ്ലാന്റ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു നഴ്സറി ഡൽഹി നല്ല പ്ലാന്റ്സ് കിട്ടുവാണെങ്കിലും ഭയങ്കര ഹൈ പ്രൈസ് ആയിരിക്കും. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഡീലാണെന്ന്. ഞാൻ നാട്ടിൽ നിന്ന് ഇത് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ എന്തായാലും ഓരോ പ്ലാന്റ്സ് ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ താഴത്തെ മണ്ണ് മാക്സിമം കളയാൻ പറ്റുന്ന മണ്ണ് നമ്മൾ കളഞ്ഞിട്ട് അത് റാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അൺബോക്സിങ് വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന കുറേ എക്സോട്ടിക് പ്ലാന്റ്സിൻ്റെ. പക്ഷേ ആ അൺബോക്സിങ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തേ ആ കണ്ടൻറ്റ് എൻ്റെ ഫോണിൻ്റെ റോം അടിച്ചു പോയി. അതുകൊണ്ട് ആ കണ്ടൻറ്റ് എല്ലാം അങ്ങ് മിസ്സായിപ്പോയി. അപ്പം അൺബോക്സിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് വരെയുള്ള വീഡിയോ മാത്രമേ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഫുട്ടേജ് ലോസ് ആയിപ്പോയി. ആ പ്ലാന്റ്സൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ ഫുട്ടേജ് ആയിരിക്കും നിങ്ങളെ കാണിക്കുന്നത്.
സോ എന്തായാലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡൽഹി കിട്ടാത്ത എക്സോട്ടിക് പ്ലാന്റ്സ് ഒക്കെയാണ് ഞാൻ അവിടുന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവാസ് മോമിൻ്റെ പ്ലാന്റ്സ് ആൻഡ് പോട്ട് എന്ന് പറയുന്ന ഈ ഒരു നഴ്സറി പോകുക. അവിടെ പോയി ഈ എക്സോട്ടിക് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനും ഓർഡർ ചെയ്യാവുന്നതാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് നിങ്ങൾക്ക് പോകാം. അവിടെ റീസെൻ്റായിട്ട് വരുന്ന പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം സമയം നോക്കി നിങ്ങൾ അത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് അവർ നിങ്ങൾക്ക് അയച്ചു തരും. സോ കൊറിയർ ചാർജസ് അഡീഷണലി പേ ചെയ്യേണ്ടി വരും. എന്നാലും ഞാൻ നാട്ടിൽ പോയപ്പോൾ തന്നെ ഒരു ബോക്സ് നിറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ടായിരുന്നു നമ്മൾ അത് കൊണ്ടുവന്നത്. സോ ഇനി ഞാൻ നിങ്ങളെ ആ പ്ലാന്റ്സൊക്കെ കാണിക്കാം. സോ ഇത് നമ്മൾ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. പോട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഈ പ്ലാന്റ്സിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിൻ്റെ പേരൊക്കെ അറിയാമെങ്കിൽ പ്ലീസ് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആകെ അറിയാവുന്ന ഈ സ്നേക്ക് പ്ലാന്റിനെ മാത്രമാണ്. എന്തായാലും ഈ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഒരു അട്രാക്റ്റീവ്നെസ് നമ്മുടെ ഒരു ഇൻറ്റീരിയറിന് കിട്ടുന്നുണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ ഈ ഒരു യുണീക്കായിട്ടുള്ള ഒരു കാക്ടസും നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പം ഇത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാക്ടസ് ആണ്. അപ്പം അത് ഞാൻ ഒരു നമ്മുടെ കോഫി മഗ്ഗിൻ്റെ അകത്ത് കുറച്ച് കോക്കോ പീറ്റൊക്കെ ഇട്ടാണ് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. അതല്ലാതെ ഈ ബാംബൂയും പിന്നെ ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതൊക്കെ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നത്. പിന്നെ അതല്ലാതെ ഡ്വാർഫായിട്ടുള്ള ഒരു സ്നേക്ക് പ്ലാന്റും നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്വാർഫായിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്, ഈ ഡ്വാർഫായിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഇൻഡോർസിലൊക്കെ വെക്കാൻ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. കാരണം പിന്നെ നമ്മൾ കൊണ്ടുവന്ന കുട്ടി തെറ്റി, ഇത് പിങ്ക് കളറിൻ്റെ ഒരു തെറ്റിയാണ്. അത് നമ്മളിവിടെ നട്ടിരിക്കുകയാണ്. അതല്ലാതെ നമ്മൾ കൊണ്ടുവന്ന വേറെ ഒരു തൈയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേൻവരിക്ക ചക്കേൻ്റെ ആയിരുന്നു. അപ്പം അത് കുറച്ച് അതിൻ്റെ ലീവ്സൊക്കെ ഉണങ്ങിപ്പോയി. അതുകൊണ്ട് അത് നമ്മൾ പറിച്ച് ലീവ്സൊക്കെ മാറ്റി കളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന N18 എന്ന് പറയുന്ന റംബൂട്ടാൻ്റെ ഒരു നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ്. ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഇൻഡോർ പ്ലാന്റാണ്. ഇത് നമ്മൾ ഈ പോട്ടിൻ്റെ അകത്ത് കോക്കോപീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ ഇതിൻ്റെ ലീവ്സൊക്കെ ഉണങ്ങിപ്പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഓപ്പൺ എയറിൽ കൊണ്ട് വെച്ചേക്കുക. അപ്പം നിങ്ങൾക്കിവിടെ കാണാവുന്ന പുതിയ ലീവ്സ് ക്ലിച്ച് വരുന്നുണ്ട്. അപ്പം ഈ പ്ലാന്റ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയി കഴിയുമ്പം നമുക്ക് ഇതിനെ ഇൻഡോറിൽ തിരിച്ചു വെക്കാവുന്നതാണ്. ടിൽ ദെൻ ഇതിവിടെ ഷെയ്ഡിൽ ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. നമ്മുടെ ഒരു ഗാർഡനിങ്ങിനെ കുറിച്ചൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. എനിക്ക് കുറേ സമയമായിട്ട് ഗാർഡനിങ്ങുമായിട്ട് നല്ല ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഗ്രീനറി ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു കുളിർമ കിട്ടും. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു ഗാർഡൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗാർഡൻ്റെ അകത്ത് കുറേ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ചെടികൾ എൻ്റെ അച്ഛൻ നട്ടു വളർത്തുന്നുണ്ട്. അപ്പം പുള്ളിക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻട്രസ്റ്റ് വെച്ച് എനിക്കും ഇതിൻ്റെ അകത്തോട്ട് ഒരു നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സുമായിട്ടാണ്
കൂടുതലും ദ അറ്റാച്ച്മെൻറ്റ്. അപ്പം ഞാൻ അവിടെ കേരളത്തിൽ വന്നപ്പോൾ തന്നെ ഈ ഇവാസ് മോമിൻ്റെ നഴ്സറി കയറിയപ്പോൾ തന്നെ എനിക്ക് ഈ എക്സോട്ടിക് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മേടിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മേടിച്ചുകൊണ്ട് ഇത് ഡൽഹിയിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ കുറേ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചതൊക്കെ എല്ലാം പിടിച്ച്. പിന്നെ റംബൂട്ടാൻ മേടിച്ചുകൊണ്ട് വന്നത് അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയതല്ലായിരിക്കും, അതുകൊണ്ട് അത് ഉണങ്ങിപ്പോയി. എന്തായാലും ഗ്രാഫ്റ്റഡ് ഒക്കെ ആയിട്ടുള്ളത് മേടിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വെതർ കണ്ടീഷൻസിനെ ഒക്കെ തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവാസ് മോമിൻ്റെ ഈ നഴ്സറിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയി ഈ പ്ലാന്റ്സ്, നിങ്ങൾ അടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ മേടിക്കാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവർ ഈ എക്സോട്ടിക് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. കൊറിയർ ചാർജസ് അഡീഷണൽ ആയിരിക്കും. അതല്ലെങ്കിൽ എന്നെപ്പോലെ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് കേരളയിലോട്ട് പോകുന്നവരോ അതല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് കേരളയിലോട്ട് പോകുന്നവരാണെങ്കിൽ അവർക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. അവർ നല്ലൊരു പ്രോപ്പർ പാക്കേജിങ് ഇത് എല്ലാം മണ്ണെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡനിലോ നടാവുന്നതാണ്. സോ ഫോർ ഓൾ ദ പ്ലാന്റ് enthusiasts, best place to go in Kerala is Eva's mom's nursery. So that's all for today in Akio Life. I hope you guys enjoyed the video. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. Go to Eva's mom's nursery and buy unique, crazy plants. Till then, this is Akshay signing off. You are watching Akio Life Malayalam.